ഇത് പോലീസിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, എൻ്ററായിട്ട് പൂർണ്ണമായും ഒരു പോലീസ് കഥയാണ്. പിന്നെ ഇത് നടന്ന സ്റ്റോറി കൂടിയാണ്, നടന്നൊരു കഥ. അത് ഞാൻ ഒരു റിപ്പോർട്ടറാണ്, 16 കൊല്ലം ഞാൻ ചാനൽ റിപ്പോർട്ടറായിരുന്നു. അപ്പം ഒരു സമയത്ത് ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു ആ ക്രൈമിനെ ഞാനൊരു സ്ക്രിപ്റ്റാക്കി മാറ്റിയതാണ് ഈ കഥ. പിന്നെ കുറേ കാലം ഞാൻ ഈ കഥയുമായിട്ട് ഒരുപാട് പേരുടെ പുറകെ നടന്നു. അപ്പോൾ ആ പഠന സമയത്ത് പലരും ഇത് എന്താ പറയുക, ചിലർക്കൊക്കെ ഈ കഥ കേട്ടിട്ട് ഇത് ഏതെങ്കിലും കൊറിയൻ ഫിലിമിൻ്റെ കഥ ഞാൻ മോട്ടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ ആൾക്കാർക്ക് പലർക്കും സംശയം തോന്നിയായിരുന്നു. ചിലർക്കൊക്കെ അതിൻ്റെ ഒരു സംശയം വരുമല്ലോ, ഇതിൻ്റെ ക്രൂരത ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒടുവിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജുനൈദിൻ്റെ അടുത്തേക്ക് ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്നു. പിന്നെ ജുനൈദാണ് ഇപ്പോൾ ഈ സിനിമ ഒരു വർക്കൗട്ടാക്കി എടുത്തത്. ഏതായാലും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാര്യം നടന്നൊരു സംഭവം സിനിമയായി കാണുമ്പോൾ, അതും പ്രത്യേകിച്ചും മലയാളികൾക്കൊക്കെ കേട്ടിട്ടുള്ളൊരു ക്രൈം, അത് സിനിമയായി വരുമ്പോഴൊരു അത് നമ്മളൊരിക്കൽ കേട്ടിട്ടുള്ള കഥ, അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ. നമുക്ക് പലപ്പോഴും ക്രൈമിൻ്റെ ഒരു പ്രത്യേകത, ക്രൈം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വാക്കുകൾ കൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു വിഷ്വലൈസേഷൻ, അതായത് ആ കൊലപാതകം എങ്ങനെ നടന്നു, അത് ഏത് രീതിയായിരുന്നു, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഈവൻസൊക്കെ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്ലാനിങ് എങ്ങനെയായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു വിഷ്വലൈസേഷനിൽ വരുമ്പോൾ മലയാളിക്ക് തീർച്ചയായും അത് ഏറ്റെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും ബാക്കിയൊക്കെ പ്രേക്ഷകരുടെ കൂടി കയ്യിലാണ് ഇരിക്കുന്നത്. കാര്യം എഴുതിയ എനിക്കും ചെയ്യുന്ന സംവിധായകനും അപ്പുറം പ്രേക്ഷകരാണ് ഇത് കാണേണ്ടത്.